ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിക്ക് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം നമുക്ക് കുറച്ച് കാലമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ മനസ്സിലാക്കി ഇത് മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് വേറെ നമുക്ക് ബാക്കിയുള്ള ഇങ്ങനെ വരാവുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നോക്കി, എല്ലാം നെഗറ്റീവായിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് എന്നുള്ള ഡയഗ്നോസിസിലേക്ക് എത്തി നമുക്ക്. അത് കാരണം അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ പോസിറ്റീവായിരുന്നു. നമ്മൾ ബയോപ്സിയിലും അതിന് സജസ്റ്റീവായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചെങ്കിൽ പിന്നെയും അത് മോശമായി. അങ്ങനെ പിന്നെ നമ്മൾ കുട്ടീൻ്റെ ബോധാവസ്ഥയിലുള്ള വ്യത്യാസമൊക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ ലിവർ പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ലിവർ ഫെയിലിയർ ആണെന്ന് ഉറപ്പായല്ലോ. അതിനുശേഷം പെട്ടെന്ന് നമുക്ക് എമർജൻസി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമാണ്. അപ്പോൾ ആര് ഡൊണേറ്റ് ചെയ്യും? അപ്പോൾ ഉമ്മ എല്ലാവരും ഉള്ള പോലെ തന്നെ ഉമ്മ പെട്ടെന്ന് മുന്നോട്ട് വന്നു, റെഡിയാണെന്ന് പറഞ്ഞു. ഉമ്മേൻ്റെ ആയിരുന്നു ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ്. ഉപ്പ മോശമായതുകൊണ്ടല്ല, ഉപ്പൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയതുകൊണ്ട് ഉമ്മാനെ പ്രൊസീഡ് ചെയ്തു. രണ്ടാൾക്കും നല്ല രീതിയിൽ ഉമ്മ ഡൊണേറ്റ് ചെയ്തു. സർജറി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അതിനുശേഷം പോസ്റ്റ് ഓപ്പ് ഡേ ബൈ ഡേ നമുക്ക് മാജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റിയ കുട്ടിക്ക്. പൂർണ്ണമായിട്ടും നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടി തിരിച്ചു വന്നു. ഇപ്പം ഇന്ന് കുട്ടി ഫസ്റ്റ് റിവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. വെരി ഹാപ്പി, നല്ല ഹാപ്പി ആയിട്ടുണ്ട്.